ഹായ് ഓൾ. ഇപ്പോൾ നിങ്ങളെല്ലാവരും +2 എക്സാംസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പല ഒപ്പീനിയൻസ് ലഭിക്കുന്നുണ്ടാവും. നിങ്ങൾ +2 കഴിഞ്ഞിട്ട് മെഡിസിന് പോകണം, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എടുക്കണം, അല്ലെങ്കിൽ CA കോഴ്സുകൾക്ക് പോകണം, അല്ലെങ്കിൽ നോർമൽ ഡിഗ്രി എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പല അഭിപ്രായങ്ങൾ നിങ്ങളെ പലരും പ്രഷർ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ആർക്കും സുപരിചിതമല്ലാത്ത ഒരു കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് കേട്ട് കഴിയുന്നതോടുകൂടെ നിങ്ങൾക്ക് തോന്നും മേ ബി ഇത് നമ്മളുടെ ട്രഡീഷണൽ കോഴ്സ് ആയിട്ടുള്ള മെഡിസിൻ അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിനേക്കാളൊക്കെ എത്രയോ ബെറ്റർ ആണെന്നുള്ളത്. കാരണം ഈ കോഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് ജർമ്മനിയിലാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴ്സ് നിങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മന്ത്ലി സ്റ്റൈപ്പൻഡും ലഭിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയും അല്ലെങ്കിൽ ഏതൊരു കോഴ്സിലും നിങ്ങൾക്ക് ലഭിക്കാത്ത ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ഔസ്ബിൽഡിംഗ് കോഴ്സിനെ കുറിച്ചിട്ടാണ്. ജർമ്മൻ ഗവൺമെന്റ് ഔസ്ബിൽഡിംഗ് കോഴ്സ് പല മേഖലകളിലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെക്കട്രോണിക്സ്, നഴ്സിംഗ്, ഇങ്ങനെ പല മേഖലകളിൽ ഔസ്ബിൽഡിംഗ് കോഴ്സുകൾ വരുന്നുണ്ട്. ഇതിൽ നമ്മുടെ നാട്ടിൽ നിന്ന് മെയിൻ ആയിട്ട് ആളുകൾ ചൂസ് ചെയ്യുന്നത് നഴ്സിംഗ് ഔസ്ബിൽഡിംഗ് ആണ്. ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ 3 വർഷത്തോളം വരുന്ന കോഴ്സ് നിങ്ങൾ ഓരോ മാസവും നിങ്ങൾക്ക് മന്ത്ലി സ്റ്റൈപ്പൻഡ് നിങ്ങളുടെ കയ്യിൽ ഏകദേശം 1 ലക്ഷത്തോളം രൂപ ലഭിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡും ലഭിക്കുന്നുള്ളതാണ്. ഇതുവഴി നിങ്ങൾക്ക് 3 വർഷം പ്രോപ്പർ എക്സ്പീരിയൻസ് ലഭിക്കുകയും ഈ എക്സ്പീരിയൻസോട് കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സിന്റെ ശേഷം ഒരു കെയർ ഹോമിൽ അല്ലെങ്കിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിൽ ഈസി ആയിട്ട് പ്ലേസ് ആവാനും പിന്നീട് നിങ്ങൾക്ക് ഒരു ജർമ്മൻ സിറ്റിസൺ ആയിട്ട് മാറാനും സാധിക്കുന്നതാണ്. ഈ ഒരു കോഴ്സിന് നിങ്ങൾ എലിജിബിൾ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൻലി വേണ്ടത് 2 ക്രൈറ്റീരിയ ആണ്. ഒന്ന്, നിങ്ങൾ 12th നിങ്ങൾക്ക് ഏത് സ്ട്രീമും ആവാം, പക്ഷേ മിനിമം 50 to 60% മാർക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിയാണ്. നിങ്ങൾ നാട്ടിൽ നിന്ന് A1 മുതൽ B2 വരെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഹൗസ് ബിൽഡിംഗ് കോഴ്സിന് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോകുന്ന സമയത്ത് പഠിക്കാനും പഠനത്തിന് ശേഷം ജോലി ചെയ്യാനും ഭയങ്കര അധികം ഉപകാരപ്പെടും. ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 12th കഴിഞ്ഞതിന് ശേഷം ഏറ്റവും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യുകയും അവിടെ നിന്ന് നിങ്ങൾ A1 മുതൽ B2 വരെ ജർമ്മൻ ലാംഗ്വേജ് പ്രോപ്പറായിട്ട് പഠിക്കുക. അത് നിങ്ങൾ സ്പീക്കിംഗ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കാൻ തന്നെ ട്രൈ ചെയ്യുക. കാരണം നിങ്ങളൊരു ലാംഗ്വേജ് പഠിക്കുന്നത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ശേഷം നിങ്ങൾ B2 ലാംഗ്വേജ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി പഠിച്ചതിൻ്റെ ശേഷം പിന്നെ നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടെൽക്, OSD, ഗ്യോത്തെ അല്ലെങ്കിൽ ECL എന്നൊക്കെ പറയുന്ന എക്സാം സെൻറ്റേഴ്സ് അപ്രോച്ച് ചെയ്തിട്ട് അവിടെ നിങ്ങൾ സർട്ടിഫൈഡ് ആവുക എന്നുള്ളതാണ്. നിങ്ങൾ B2 എക്സാംസ് ഈ ഒരു സെൻറ്റേഴ്സിൽ പോയിട്ട് എഴുതുകയും പിന്നീട് ഈ സെൻറ്റേഴ്സിൽ നിന്ന് നിങ്ങൾ B2 സർട്ടിഫിക്കറ്റ് അച്ചീവ് ചെയ്യുകയും ചെയ്യുക. ഇതിന് ശേഷമുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ B2 സർട്ടിഫിക്കറ്റും നിങ്ങളുടെ 12th സർട്ടിഫിക്കറ്റും പിന്നെ ഒരു വാലിഡ് ആയിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റും പാസ്പോർട്ടും വെച്ചിട്ടാണ് നിങ്ങൾ ഫർദർ ആയിട്ട് വിസ പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് ജർമ്മനിയിലുള്ള ആയിട്ട് ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഇന്റർവ്യൂ പാസ്സാവുന്നതോടുകൂടെ നിങ്ങളുടെ വിസ പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈസി ആവുകയും പിന്നീട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജർമ്മനിയിൽ എത്താനും സാധിക്കുന്നതാണ്. +2 കഴിഞ്ഞ ഒരാൾക്ക് എന്തിന് ലാൻഡ്സ്റ്റുട്ട് ഈ ഒരു കോഴ്സ് സജസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടായേക്കാം. അപ്പോൾ നിങ്ങൾ മെയിൻലി മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 കഴിഞ്ഞിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന MBBS അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പോലത്തെ കോഴ്സുകൾക്കൊന്നും തന്നെ നിങ്ങൾക്ക് പഠിക്കുന്നതോടൊപ്പം ഒരു സ്റ്റൈപ്പൻഡ് അല്ലെങ്കിൽ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്നത് ജർമ്മനി എന്ന് പറയുന്ന ഹൈ സ്റ്റാൻഡേർഡ് കൺട്രിയിലായിരിക്കും. അതോട് കൂടെ തന്നെ നിങ്ങൾക്ക് മന്ത്ലി സ്റ്റൈപ്പൻഡ് ആവറേജ് 1 lakh rupees നിങ്ങൾക്ക് ലഭിക്കും. ഈ ഒരു എമൗണ്ട് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസും ഇനി തുച്ഛമായിട്ട് വരുന്ന ബാക്കിയുള്ള എമൗണ്ട് നിങ്ങൾക്ക് സേവിങ്സ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോട്ടോ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാനും പറ്റുന്നതാണ്. ഇത്രയും ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു കോഴ്സ് ഇപ്പോൾ കറന്റ് നമ്മളുടെ സൊസൈറ്റിയിൽ അവൈലബിൾ അല്ല. സോ അതുകൊണ്ട് തന്നെ +2 കഴിയുന്ന ഒരാൾക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഹൗസ് ബിൽഡിംഗ് കോഴ്സ് ആണ്. ഇത് മാത്രമല്ല, ഈ ഒരു കോഴ്സിന് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് ജർമ്മൻ ഗവൺമെന്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻസ് ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഇനി അതിന് പുറമെ നിങ്ങൾക്ക് ഈ 3 വർഷത്തെ കോഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് തിയറിറ്റിക്കൽ കോഴ്സ് മാത്രമല്ല, ഇതിൻ്റെ കൂടെ കൂടുതൽ പ്രാക്ടിക്കൽ കോഴ്സാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ആ ഒരു 3 വർഷം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പ്രാക്ടിക്കൽ നോളജ് കൊണ്ട് നിങ്ങൾക്ക് ജർമ്മനിയിൽ ഒരു വാസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെ ഓപ്പൺ ആവുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജർമ്മനിയിൽ ഫർദർ ആയിട്ട് സെറ്റിൽ ആവാനും സാധിക്കും. ഇതിന് ലാൻഡ്സ്റ്റുട്ട് നിങ്ങളെ എങ്ങനെ സഹായിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ +2 കഴിഞ്ഞ ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ലാൻഡ്സ്റ്റുട്ടിനെ കോൺടാക്ട് ചെയ്യുക. നമ്മൾ നിങ്ങൾക്ക് ഈ കോഴ്സിനെ കുറിച്ചിട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസുകളും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ശേഷം നിങ്ങൾ ലാൻഡ്സ്റ്റുട്ട് വഴിയായിരിക്കും 10 മാസം പിന്നീട് A1 മുതൽ B2 വരെയുള്ള കോഴ്സ് നിങ്ങൾ പഠിക്കുന്നത്. ഈ ഒരു 10 മാസത്തിൽ ലാൻഡ്സ്റ്റുട്ട് നിങ്ങളെ പ്രോപ്പറായിട്ട് ലാംഗ്വേജ് സംസാരിപ്പിക്കാനും എഴുതാനും കേൾക്കാനും വായിക്കാനും ഒക്കെ നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും.
10 മാസത്തെ ഈ കോഴ്സിന്റെ ശേഷം ലാൻഡ്സ്റ്യൂട്ട് നിങ്ങൾക്ക് ഇന്റർവ്യൂ അറേഞ്ച് ചെയ്ത് തരികയും അതിന്റെ ശേഷം നിങ്ങൾ ജർമ്മനി എത്തുന്നത് വരെയുള്ള എല്ലാ പ്രോസസ്സിങ്ങിനുള്ള അസിസ്റ്റൻസും ലാൻഡ്സ്റ്യൂട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഈ ഒരു ചുരുങ്ങിയ സമയത്തിൽ എനിക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനിയും നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ലാൻഡ്സ്റ്യൂട്ടിനെ ബന്ധപ്പെടുക. ഞങ്ങൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസും പ്രൊവൈഡ് ചെയ്യും.